ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 46.38 കോടി രൂപ വരവും 41.67 കോടി രൂപ ചെലവും 4.70 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് പ്രസിഡന്റ് KP മൈമൂന അവതരിപ്പിച്ചത്. നല്ല നാടിനായി കൈകോർത്തു മുന്നേറാൻ കൂടെ ഉണ്ടാകണമെന്ന ആമുഖത്തോടെ അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ മേഖലയെയും പരാമർശിച്ചിട്ടുണ്ട്. കുടിവെള്ളം, ശുചിത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, യുവജനക്ഷേമം എന്നിവയ്ക്കെല്ലാം മികച്ച പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ നെൽകർഷകർക്ക് കതിർ പദ്ധതി, കാർഷിക മേഖലയുടെ പുരോഗതിക്കായി മധുരവനം, ഹരിതഗൃഹം പദ്ധതി, കാലിത്തീറ്റ വിതരണത്തിന് പുഷ്ടി പദ്ധതി, വനിതാ നൈപുണ്യ പരിശീലനത്തിന് ലാവണ്യ, കൗമാരക്കുട്ടികൾക്കായി സംരക്ഷ, വനിതകൾക്ക് ആത്മരക്ഷയൊരുക്കുന്ന ധീര, വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിന് ചിറക് വിമാനയാത്രാ പദ്ധതി, ഇവർക്കായി ശ്രവ്യ ദൃശ്യ അരികെ തണലിടം പഴമൊഴി, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി ജ്യോതിർമയി സ്കോളർഷിപ്പ്, ഭിന്നശേഷിക്കാർക്കായി സൗഹൃദ പരിലാളനം, സുഖദം, സൗഹൃദമുറി എന്നിവയും നടപ്പാക്കും. കൂടാതെ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്കായി പഠനമിത്രം സ്കോളർഷിപ്പ്, സാങ്കേതിക വിജ്ഞാൻ, ഇവർക്കുള്ള വീടൊരുക്കാൻ സുരക്ഷ, നഗറുകളിൽ ഗോത്ര വെളിച്ചം, കുടിവെള്ളമൊരുക്കാൻ സംഭരണി, വനിതകൾക്ക് തൊഴിലൊരുക്കാൻ സവാരി, വിദ്യാർത്ഥികൾക്ക് വിദ്യാദീപം, കിണർ നവീകരണത്തിന് തെളിനീർ, വിവാഹ ധനസഹായത്തിന് താലി തുടങ്ങി കളിച്ചപ്പ്, കളിക്കളം, പാഥേയം, മുദ്ര തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ബുഷ്ര, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ നാസർ തെറ്റത്ത്, അംഗം ഐസക് അറക്കൽ, പുത്തലത്ത് മാനൂസ്, സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന CH ബിജോയ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.